ഹായ് പ്രിയമുള്ളവരെ, നമ്മൾക്ക് രണ്ട് തരത്തിൽ ജീവിക്കാം. മനസ്സ് സാഗരം പോലെ, കടൽ പോലെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുളങ്ങൾ പോലെ ഉള്ള സംവിധാനമുള്ള മനസ്സുള്ള ആൾക്കാരുമുണ്ട്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടൽ പോലെയുള്ള മനസ്സുള്ള ആൾക്കാർ, കടൽ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയേറെ വെള്ളം അതിലേക്ക് വന്നാലും, എത്രയേറെ അതിൽ നിന്ന് ആവിയായി പോയാലും, എന്തൊക്കെ സംഭവിച്ചാലും സാഗരം, കടൽ അതുപോലെ തന്നെ അവിടെ അവശേഷിക്കും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഒരു പരിണാമവും സംഭവിക്കാതെ സന്തുലനാവസ്ഥയിൽ മനസ്സിനെ നിർത്തിക്കൊണ്ട് ശാന്തമായി സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈശ്വരൻ്റെ പ്രഭാവം അവരിലേക്ക് വളരെയധികം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കൂട്ടർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്മർദ്ദങ്ങളിൽ പെടുകയും, കുറച്ച് വെള്ളം വന്ന് ഒരു കുളം, ആ കുളത്തിൽ കുറച്ച് വെള്ളം അങ്ങ് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളം നിറഞ്ഞു കവിയും. പിന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ പാഴായി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അല്പം ഒന്ന് വരൾച്ച വരുമ്പോഴേക്കും ഈ കുളം വറ്റി വരണ്ട് പോവുകയും ചെയ്യും. ചില ആൾക്കാർ അങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും വല്ലാണ്ട് അങ്ങോട്ട് വറ്റി വരണ്ട് പോവും. അവർ മനുഷ്യത്വരഹിതമായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് കേട്ട് നിറഞ്ഞ് കവിഞ്ഞ് അതിലുള്ള യഥാർത്ഥമായിട്ടുള്ള രൂപരേഖ എന്താണെന്ന് മനസ്സിലാക്കാതെ മുഴുവൻ പാഴിലാക്കി കളയും. ആവശ്യമില്ലാത്തത് എടുത്തിട്ട് ബാക്കിയുള്ളത്, ആവശ്യം വേണ്ടത് തിരസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഉള്ളത്. എത്തരത്തിലുള്ള ആൾക്കാരാവണമെന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. നമസ്കാരം. ഹായ് പ്രിയമുള്ളവരെ, നമ്മൾക്ക് രണ്ട് തരത്തിൽ ജീവിക്കാം. മനസ്സ് സാഗരം പോലെ, കടൽ പോലെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുളങ്ങൾ പോലെ ഉള്ള സംവിധാനമുള്ള മനസ്സുള്ള ആൾക്കാരുമുണ്ട്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടൽ പോലെയുള്ള മനസ്സുള്ള ആൾക്കാർ, കടൽ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയേറെ വെള്ളം അതിലേക്ക് വന്നാലും, എത്രയേറെ അതിൽ നിന്ന് ആവിയായി പോയാലും, എന്തൊക്കെ സംഭവിച്ചാലും സാഗരം, കടൽ അതുപോലെ തന്നെ അവിടെ അവശേഷിക്കും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഒരു പരിണാമവും സംഭവിക്കാതെ സന്തുലനാവസ്ഥയിൽ മനസ്സിനെ നിർത്തിക്കൊണ്ട് ശാന്തമായി സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈശ്വരൻ്റെ പ്രഭാവം അവരിലേക്ക് വളരെയധികം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കൂട്ടർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്മർദ്ദങ്ങളിൽ പെടുകയും, കുറച്ച് വെള്ളം വന്ന് ഒരു കുളം, ആ കുളത്തിൽ കുറച്ച് വെള്ളം അങ്ങ് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളം നിറഞ്ഞു കവിയും. പിന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ പാഴായി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അല്പം ഒന്ന് വരൾച്ച വരുമ്പോഴേക്കും ഈ കുളം വറ്റി വരണ്ട് പോവുകയും ചെയ്യും. ചില ആൾക്കാർ അങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും വല്ലാണ്ട് അങ്ങോട്ട് വറ്റി വരണ്ട് പോവും. അവർ മനുഷ്യത്വരഹിതമായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് കേട്ട് നിറഞ്ഞ് കവിഞ്ഞ് അതിലുള്ള യഥാർത്ഥമായിട്ടുള്ള രൂപരേഖ എന്താണെന്ന് മനസ്സിലാക്കാതെ മുഴുവൻ പാഴിലാക്കി കളയും. ആവശ്യമില്ലാത്തത് എടുത്തിട്ട് ബാക്കിയുള്ളത്, ആവശ്യം വേണ്ടത് തിരസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഉള്ളത്. എത്തരത്തിലുള്ള ആൾക്കാരാവണമെന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം.